പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോസ്മിൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ 28 ആയിരുന്നു. ഉടമ്പടി എടുത്ത ഫസ്റ്റ് എൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ തറവാട് വീട് ജപ്തിയുടെ വക്കീലായിരുന്നു. ഹൗസിംഗ് ലോൺ എടുത്തത് അടയ്ക്കാതെ മുടങ്ങിപ്പോയി. അത് ജപ്തി ചെയ്യുന്ന ഒരു വക്കീൽ ആയി വന്നപ്പോൾ ഞാനിവിടെ ആ നിയോഗമായിട്ട് അത് സമർപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ ആ കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കി വിടരുതേന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്ത 1 മാസത്തിനുള്ളിൽ ആ ബാങ്ക് മാനേജർ അവരെ വിളിക്കുകയുണ്ടായി. മുടങ്ങി വന്ന് കിടന്ന ആ തുകയെല്ലാം കുറച്ച് ഗഡുക്കളായിട്ട് മാസം ഇത്ര തുക എന്ന രീതിയിൽ അടച്ച് ആ കുടുംബത്തെ ജപ്തിയിൽ നിന്ന് അമ്മ രക്ഷിച്ചു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഇതെൻ്റെ അമ്മയ്ക്ക് കുറച്ച് നാളുകളായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം മൂലം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഛർദി, പിന്നെ വയറ് വീർത്ത് വരും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥയിൽ ഞങ്ങൾ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ അമ്മയുടെ പിത്താശയ സഞ്ചി 6 മാസമായിട്ട് ഫങ്ഷൻ ചെയ്യണില്ല. അത് ഇൻഫെക്ഷനായിട്ട് ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ലിവറിനെ അത് ഇൻഫെക്ഷനായിട്ട് ബാധിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ വേറൊരു ഡോക്ടറിൻ്റെ ഒപ്പീനിയനും കൂടെ തേടിയപ്പോൾ ആ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അത് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളയണമെന്ന്. ആകെ വിഷമമായി. ഞാൻ എൻ്റെ നിയോഗത്തിൽ അത് സമർപ്പിച്ചു. പിന്നെ അമ്മ മാതാവിൻ്റെ 2 കെട്ട് പത്രം അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത് അമ്മ അത് വിതരണം ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം വയറിന് പുരട്ടി ഉപ്പും തേനും കഴിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നില്ലാത്ത പിത്താശയ സഞ്ചി ഫങ്ഷൻ ചെയ്യുന്നു. ഒരു കുഴപ്പവുമില്ല, സൗഖ്യം കൊടുത്തു. മൂന്നാമത്തെ എൻ്റെ അനുഭവ സാക്ഷ്യം ഇതെൻ്റെ ഹസ്ബൻഡിന് ഫിസ്റ്റുല എന്നൊരു അസുഖം ഉണ്ടായി. പിന്നെ 1 ഇയർ ഞങ്ങൾ ഹോമിയോ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞത് മാറുന്നില്ല. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ട് 6 മാസമായിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു. ആ മുറിവിൽ നിന്ന് ഡിസ്ചാർജ് വന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം, അല്ലാണ്ടൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. MRI എടുത്തു. MRI എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് മുറിവ് ഈ ഫിസ്റ്റുല ഉള്ളിലേക്ക് കുറേയും കൂടെ വ്യാപിച്ചിരിക്കുന്നു, അതിനൊരു മാറ്റവും വന്നിട്ടില്ല, ഇനിയും നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാം വട്ടവും ആ ഫിസ്റ്റുലയ്ക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും അതേ അവസ്ഥ, മുറിവ് ഉണങ്ങുന്നില്ല, മുറിവിൽ നിന്ന് ഡിസ്ചാർജ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഈ ഒരു നിയോഗം വെച്ചു. പക്ഷേ അമ്മ അത് മാത്രം എനിക്ക് സാധിച്ചു തരുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ആകെ വിഷമമായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേട്ടു, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കേണ്ട. അങ്ങനെ ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, നീയല്ല അതിന് വേണ്ടി ഉടമ്പടി എടുക്കേണ്ടത്, നിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് നീ ഉടമ്പടി എടുപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടായി വന്ന് ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ അതിന്മേൽ അമ്മ ഒരു അനുഭവം ചേട്ടായിക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 2025 ഡിസംബർ 8 ചേട്ടായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടായി ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അവിടെ ഫോണിൽ ലൈവായിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, അമ്മയെ ആ മകനെ തൊടണം, അമ്മയുടെ വിശ്വാസം എന്തെങ്കിലും ഒരു അനുഭവം ആ മകൻ അമ്മ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം മുത്തുക്കൂടെ പിടിച്ച് ചേട്ടായി പിന്നെ ഇതിലൂടെ വരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഉടമ്പടി എടുത്ത ചേട്ടായി വന്ന് 15ാം ദിവസം, അതുപോലെ തന്നെ നമ്മൾ ആ ഉടമ്പടി തൈലം എപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഉപ്പും തേനും കഴിക്കുന്നുണ്ടായിരുന്നു. 15ാം ദിവസം ഈ ഡിസ്ചാർജ് വന്നുകൊണ്ടിരുന്ന 2 വട്ടം ഓപ്പറേഷൻ ചെയ്തു. 3ാമത് ഒരു ഹാഫ് അനസ്തേഷ്യ കൊടുത്ത് പിന്നെയും അത് ക്ലീനാക്കി. ചേട്ടായി ഉടമ്പടി എടുത്ത് 15ാം ദിവസം ആ മുറിവ് എതിലേ പോയി, അതിൻ്റെ പാട് എതിലേ പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതിശയമായിപ്പോയിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ അമ്മ മാതാവ് അതിന്മേൽ നല്ലൊരു അനുഭവം, സാക്ഷ്യം, സൗഖ്യം കൊടുത്തു. ചേട്ടായിനെ കൂടുതൽ വിശദീകരണത്തിൽ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇതിൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മളിവിടുന്ന് കൊണ്ടുവന്ന പത്രം, നമ്മൾ കണ്ണൂർ ജില്ലയിൽ കരുവഞ്ചാൽ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ കണ്ണൂർ വന്നിട്ട് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അവിടെ ബസ് സ്റ്റാൻഡിൽ, ഓട്ടോക്കാരിൽ, അങ്ങനെ എല്ലാവർക്കും പൊതുവായിട്ട് നമ്മളെ കൂടുതൽ അമ്മമാതാവിനെ അറിയാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ ആ പത്രം കൊടുക്കുമായിരുന്നു. ഈ നമുക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ആരെ കണ്ടാലും ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ പങ്കുവെക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ രോഗികളെ പോയി സന്ദർശിക്കും. അവർക്ക് പിന്നെ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന തരത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കും. വസ്ത്രമില്ല അവർക്ക് വസ്ത്രം കൊടുക്കും. അങ്ങനെ ഉള്ള പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം ചെയ്തു പോന്നു. പിന്നെ ഞാൻ ആത്മീയമായി വളർന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ജപമാല വൈകുന്നേരം ചൊല്ലുന്നല്ലാണ്ട് കൊന്ത ചെല്ലാൻ എനിക്ക് തീരെ മടിയായിരുന്നു. കാരണം കൊന്ത ചെല്ലുമ്പോൾ 10-20 മിനിറ്റ് എന്തായാലും സമയം പോകും. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം 20 ജപമാല ചെല്ലാണ്ട് ഞാൻ കിടന്നുറങ്ങാറില്ല. 3 നിയോഗങ്ങൾ വെച്ച് ഞാൻ ആ 20 ജപമാല ചൊല്ലും. 5 ജപമാല ഞാൻ ചൊല്ലുന്നത് എല്ലാ ഫിസ്റ്റുല, ഫിഷർ രോഗികൾക്കുമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് അനുഭവിച്ച ആ വേദന എനിക്കറിയാം. അതുകൊണ്ട് അമ്മ മാതാവിന് ഞാൻ 5 ജപമാല ആ ഒരു ഫിസ്റ്റുല രോഗികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കും. അങ്ങനെ 20 ജപമാല ഒരു ദിവസം ഞാൻ ചൊല്ലും. ബൈബിൾ വായിക്കാൻ മടിയായിരുന്നു. ബൈബിൾ വായന ഇപ്പോൾ സമയം കിട്ടിയാൽ ഞാൻ അന്നേരം ബൈബിൾ വായിക്കും.
പിന്നെ അച്ഛൻ്റെ എല്ലാ ആഴ്ചയിലുള്ള ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മീയമായി നമ്മുടെ കുടുംബത്തെ ഒരുപാട് അമ്മ ഉയർത്തി. പിന്നെ എനിക്കൊരു സങ്കടമായിരുന്നു, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം എല്ലാവരും പറയും അവർക്ക് ഓരോരോ അനുഭവങ്ങൾ വന്നു, പിന്നെ സുഗന്ധാഭിഷേകം അങ്ങനെയൊക്കെ. ഞാനന്നേരം അവർക്ക്, അമ്മേ നീ കൂടെ ഉണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ ചോദിക്കുന്നത് തെറ്റാണോന്ന് എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും ഒരു അനുഭവം എനിക്ക് നീ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പച്ചത്തിരി കത്തിച്ച് ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ആ തിരിയിൽ നിന്ന് ഉടമ്പടി കാശുരൂപം എങ്ങനെയാണോ അതേ രീതിയിൽ അമ്മ ആ തിരിയിൽ നിന്ന് എനിക്കത് ഉരുകി വീണ് തന്നു. അതിൻ്റെ കൈവശമുണ്ട്. അങ്ങനെ ആത്മീയമായി ഒരുപാട് ഞങ്ങൾ വളർന്നു. അമ്മ ഞങ്ങളെ ഉയർത്തി. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പ്രഭാഷകൻ 17:29 കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. ജോസ്മിൻ മാത്യു എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെയാണ് പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മുമ്പിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത്. ആ രോഗത്തിൻ്റെ ക്ലേശാവസ്ഥകൾ, പലതവണ സർജറി ചെയ്തിട്ടും സൗഖ്യപ്പെടാത്ത പ്രയാസങ്ങൾ, മകൾക്ക് തന്നെ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച സന്ദേശം, അതിൻ പ്രകാരം ജീവിത പങ്കാളി വന്ന് ഉടമ്പടി എടുത്ത് 15 ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായും പൂർണ്ണ സൗഖ്യം നൽകിയും അമ്മ മാതാവും ഈശോയും മകൻ്റെ ആ ക്ലേശാവസ്ഥയുടെ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി എപ്പോഴും ഉത്തരവാദിത്തമേൽക്കുവാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും തോളിൽ ചാരിയല്ല, ആരെങ്കിലും നമുക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരം പ്രാർത്ഥനയുടെ ചങ്ങലയുമായി നടന്നുകൊണ്ടുമല്ല, മറിച്ച് നമ്മൾ ഓരോ കാര്യവും ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ, ഭക്ഷണം കഴിക്കുവാൻ പ്രാപ്തിയുണ്ട്, പഠിക്കുവാൻ പ്രാപ്തിയുണ്ട്, യാത്ര ചെയ്യുവാൻ പ്രാപ്തിയുണ്ട്, സന്തോഷങ്ങളും വിനോദങ്ങളിലും ഏർപ്പെടുവാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ അമ്മ മാതാവിനോടും ഈശോയോടും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കൂടി പ്രാപ്തി ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയുടെ ഉദ്ദേശം വിദേശത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നാട്ടിൽ 80 വയസ്സുകാരെ മാതാപിതാക്കൾ എടുത്ത് ജപമാല ചൊല്ലുക എന്നുള്ളതല്ല. മറിച്ച് ആർക്കാണോ ദൈവശക്തിയും ദൈവ സാന്നിധ്യവും ആവശ്യമുള്ളത് അവർ അവരുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുത്തി ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ, വലിയ അസാധ്യമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, ഇടപെടലുകൾ, തടസ്സങ്ങൾ മാറിക്കൊണ്ടുള്ള സുഗമമായ മുന്നോട്ട് പോക്ക് അത് അമ്മയും ഈശോയും തരുവാൻ സന്നദ്ധമാകുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ജോസഫച്ചൻ പറയുന്നത് 16 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഉടമ്പടി എടുക്കണമെന്ന്. 16 വയസ്സ് കഴിഞ്ഞാൽ ഒരുവിധം തിരിച്ചറിവിൻ്റെ പ്രായമായി, ശരിതെറ്റുകൾ തിരിച്ചറിയുന്ന പ്രായമായി, സ്വന്തം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുവാനുള്ള പ്രാപ്തിയായി. അതുകൊണ്ട് തന്നെ അതുതന്നെ വക്രതയിലേക്കും പാപാവസ്ഥയിലേക്കും മ്ലേച്ഛ ജീവിതത്തിലേക്കുമൊക്കെ തിരിയുന്ന പ്രായവും കൂടിയാണ്. അതുകൊണ്ടാണ് ആ പ്രായമെത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധിയോടുകൂടി സൂക്ഷിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നിങ്ങളുടെ ജീവിതം സുഗമമായി സുരക്ഷിതമായി മുന്നേറുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പ്രലോഭനവും കുടുക്കുകളും നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും സ്വയം സമർപ്പിച്ച് ജീവിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. അച്ഛനതിന് സുന്ദരമായ ഒരു ചെറുവാക്യത്തിലൂടെയാണ് സഹോദരിക്ക് സന്ദേശം കൊടുത്തത്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുതെന്ന്. ആരുടെയെങ്കിലും ഭാരമുള്ളത് നമ്മുടെ ചുമലിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭാരത്തോടൊപ്പം നമുക്ക് നടക്കാനാവാത്ത വിധമുള്ള ഒരു ജീവിതമാക്കി മാറ്റരുതെന്ന്. അതുകൊണ്ട് ഉടമ്പടി റെസ്പോൺസിബിളായി ദൈവത്തോട് ഇടപെടുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെൻസിറ്റിവിറ്റി നമ്മുടെ ആത്മാവിനെക്കുറിച്ചുണ്ടാവണം. ഇവിടെ നാട്ടിൽ മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും വിദേശത്തുള്ള മക്കൾ അവരുടെ ആത്മശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാതെ, ദൈവചിന്തയോടുകൂടി ജീവിക്കാതെ, ദൈവത്തെ നിഷേധിച്ച് താൻ തോന്നുന്ന തരത്തിലാണ് കഴിയുന്നതെങ്കിൽ ആ ഉടമ്പടി കൊണ്ട് അവർക്ക് അനുഗ്രഹത്തിന് ഫലമുണ്ടാവില്ല. അതുകൊണ്ടാണ് ആരാണോ ദൈവശക്തിയാൽ ജീവിതം പുനഃക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയും ഹൃദയം കഴുകിയും ഈശോയുടെ തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ഏത് വിഷയത്തിന്മേലും ദൈവം നിസ്സാരമായി അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നത് നമുക്ക് കാണാനാവും.
നമുക്കതുകൊണ്ട് ഉടമ്പടി അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ വലിയൊരു ജീവിതക്രമമായി കണ്ടുകൊണ്ട് ഉടമ്പടിയെ സ്നേഹിക്കാം, ഉടമ്പടിയിൽ ജീവിക്കാം. ഈ മക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.